ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ഏലക്ക ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 ഗ്രാമ്പു ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ചുക്ക് നന്നായി ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. 2 തിപ്പല്ലി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് ഇതുപോലെ നന്നായി വെട്ടി തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് ഇതുപോലെ വെട്ടി തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ചക്കര ചേർത്ത് കൊടുക്കാം. ചക്കര ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കി 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന സമയത്ത് തുളസി, പനിക്കൂർക്കയൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദനക്കൊക്കെ നല്ല ആശ്വാസം കിട്ടും ഇത് കുടിച്ചാൽ. 5 മിനിറ്റ് ഇതുപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് അരിച്ചു മാറ്റാം. നമ്മുടെ പരമ്പരാഗത ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തുളസിയും പനിക്കൂർക്കയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഇതിൽ ചേർക്കാതിരുന്നത്. പനിയും ചുമയും ജലദോഷവും തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.